ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ ജനനം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ദിനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ നിസ്തുല്യതയെ, ആ ജനനത്തിൻ്റെ ശ്രേഷ്ഠതയെ നിങ്ങളുമായി ചുരുക്കം ചില വാചകങ്ങളിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തട്ടെ. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പരമയാഗമായി മാറാൻ മറിയയുടെ ഉദരത്തിലൂടെ ഈ ലോകത്തിലേക്ക് മനുഷ്യവേഷത്തിൽ അവതരിച്ചു എങ്കിലും ആ ജനനം കൊണ്ട് ഉരുവായവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് നിത്യനാണ്. സകലവും അവൻ മുഖാന്തരമുണ്ടായി. അവൻ സർവത്തിനു മുൻപേ ഉള്ളവനും സകലത്തിനും ആധാരവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ പാപാന്തകാരത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ പ്രകൃതി ദൈവത്തിൻ്റെ തനിമയായിരുന്നെങ്കിലും അവിടുന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ദാസരൂപം പൂണ്ട് മനുഷ്യനായി ജന്മമെടുത്തു. ആ ജനനത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ ചുരുക്കം വാചകങ്ങളിൽ കേൾക്കുവാൻ പോകുന്നത്. അതിലൊന്നാമത്തത്, യേശുവിൻ്റെ ജനനം അത് പ്രവചന നിവൃത്തിയായിരുന്നു. ജനനം മാത്രമല്ല, ജീവിതം, ശുശ്രൂഷ, ക്രൂശുമരണം, അടക്കം, പുനരുത്ഥാനം തുടങ്ങിയവയെല്ലാം പ്രവചനത്തിന് നിവൃത്തിയായിരുന്നു. എന്നാൽ അവൻ എവിടെ ജനിക്കുമെന്നും ജനനം എങ്ങനെയായിരിക്കുമെന്നും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ ജനനത്തിന് മുൻപ് പ്രവചിച്ചു വച്ചിരിക്കുന്നത് കാണാൻ കഴിയും. യേശുവിൻ്റെ ജനനത്തിനും ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ശുശ്രൂഷ നിർവഹിച്ച യെശയ്യാവ് ഇപ്രകാരം പ്രവചിച്ചു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീക പ്രവചിച്ചു. അപ്പോൾ യേശുവിൻ്റെ ജനനം യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ദൈവത്തിൻ്റെ മുൻനിർണയവും പ്രവചന നിവൃത്തിയുമായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത ആ പ്രവചനവാക്യത്തിൽ തന്നെയുണ്ട്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതെ, അവൻ്റെ ജനനം കന്യകാ ജനനമായിരുന്നു. യേശുവിൻ്റെ ജനനം സ്വാഭാവികമായിരുന്നു എങ്കിലും അവൻ ഉൽപ്പാദിതമായത് പ്രകൃത്യാതീതമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനം ജഡമായി തീർന്നതാണ്. വിവാഹനിശ്ചയം കഴിഞ്ഞ് വിവാഹ ദിവസത്തിനായി കാത്തിരുന്ന മറിയ തനിക്കൊരു മകനുണ്ടാകാൻ പോകുന്നു എന്ന് ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവത്തിൻ്റെ ആലോചന കേട്ടപ്പോൾ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന ന്യായമായ ചോദ്യത്തിന് ദൂതൻ മറുപടി പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമ്പോൾ ദൈവപുത്രനാകുന്ന വിശുദ്ധ പ്രജ ഉത്ഭവിക്കുമെന്നാണ്. മൂന്നാമത്തെ പ്രത്യേകത, അവൻ രാജാവായി പിറന്നു എന്നതാണ്. യേശുവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി ചോദിച്ച ചോദ്യം രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. ഉലകത്തിൽ ആരെങ്കിലും രാജാവായി പിറന്നിട്ടുണ്ടോ പ്രിയമുള്ളവരെ? രാജകൊട്ടാരത്തിനകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ അവൻ രാജാവായി മാറണമെങ്കിൽ എത്ര കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും? അതിൻ്റെ വളർച്ച, പക്വത, പ്രാപ്തി എന്നിവയിലേക്ക് എത്തിയിട്ടാണ് ഒരുവനെ രാജാവാക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവൻ പിറന്നു വീണത് തന്നെ രാജാവായിട്ടാണ്. നാലാമത്തെ പ്രത്യേകത, അവൻ സർവസമ്പന്നനായിരിക്കെ ദരിദ്രനായി പിറന്നു എന്നതാണ്. സകല സൃഷ്ടിയുടെയും കാരണഭൂതനായവൻ ജനിച്ച് കിടത്തപ്പെട്ടത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. വളർന്നത് ഗലീലയിലെ നസറേത്ത് എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ ഗൃഹത്തിലായിരുന്നു. ഒരിടത്തരം ആശാരി കുടുംബത്തിലായിരുന്നു താൻ ജനിച്ചത്. യേശുവിൻ്റെ ഉപമകൾ പലപ്പോഴും ദരിദ്രഭവനങ്ങളെക്കുറിച്ചായിരുന്നു. ഒരിക്കൽ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞടുത്തു വന്ന ശാസ്ത്രിയോട് അവൻ പറഞ്ഞത്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, എന്നാൽ തല ചായ്പാൻ മനുഷ്യപുത്രന് ഇടമില്ല എന്നാണ്. എന്തുകൊണ്ട് അവൻ ദരിദ്രനായി? കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ കത്തിൽ ഇങ്ങനെ കാണാം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ, നമ്മൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി മാറി. ഒരു പ്രത്യേകതയും കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ കടിവരയിടട്ടെ. അതവൻ മരിക്കാനായി ജനിച്ചു എന്നതാണ്. ഉലകത്തിൽ ഇതുവരെ മരിച്ചവരെല്ലാം അവർ ജനിച്ചതുകൊണ്ട് മരിച്ചതാണ്. ജനിച്ചവർ എല്ലാവരും മരിക്കും, എന്നാൽ മരിക്കാനായി ജനിച്ചവൻ ഒരാൾ മാത്രമേ ഉള്ളൂ.
അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിക്കേണ്ടതിനും സകലത്തെയും ദൈവത്തോട് തൻ്റെ മരണത്താൽ തന്നെ നിരപ്പിക്കുവാനും അവൻ ജനിച്ചു. തൻ്റെ പിതാവിനാൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പുത്രനാകുന്ന ക്രിസ്തു നിറവേറ്റുകയും മരണത്തെ തോൽപ്പിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് ജനിച്ച്, ജീവിച്ച്, ശുശ്രൂഷിച്ച്, മരിച്ച്, ഉയർത്തെഴുന്നേറ്റതെല്ലാം നമുക്ക് വേണ്ടിയാണ്. പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന കർത്താവ് പാപമില്ലാത്ത ശുദ്ധരെ ചേർക്കുവാൻ രാജാതിരാജാവായി വേഗം വീണ്ടും വരുന്നു. ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ ഒന്നുപോലും തെറ്റിപ്പോകാതെ നിവൃത്തിയായെങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇന്നും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ വളരെ വേഗം ക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കാൻ പോകുന്നു. ആ വരവിനായി നമുക്ക് ഒരുങ്ങാമെന്ന ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.